ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ ജോലിയൊക്കെ നഷ്ടപ്പെടുകയാണ്, റെസ്റ്റോറൻറ്റിലെ ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ അതിനെ സംബന്ധിച്ച് ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടി ചെറിയ വഴക്കും കാര്യങ്ങളൊക്കെ ആവുകയാണ്. പിന്നീട് അവർ ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നല്ല വിഷമത്തിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി അറിയുന്നുണ്ട് ശ്രുതിയുടെ ജോലി റെസ്റ്റോറൻറ്റിലായിരുന്നു എന്ന കാര്യം അറിയുന്നുണ്ട്. അതുപോലെ തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് ചെന്നിട്ട് അവിടെ അവളുടെ കൂട്ടുകാരിയായ മീരയോട് ഈ കാര്യം പറഞ്ഞ് വിഷമൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അപ്പം മീര ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആ ശ്രുതിക്ക് ഇത്രയും നാൾ റെസ്റ്റോറൻറ്റിലായിരുന്നു ജോലി എന്ന് ചോദിക്കുമ്പോൾ അതെ, അവൻ അവിടുത്തെ വെയിറ്റർ ആയിരുന്നു, എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല. അവൻ്റെ ഷർട്ടിലൊക്കെ സാമ്പാറിൻ്റെ ഒക്കെ മണം ഞാൻ പലവട്ടം മണത്തുന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് പെർഫ്യൂമിൻ്റെ മണം ആണെന്നാണ് എന്നോട് നുണ പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ ശ്രുതി വിഷമം പറയുകയാണ് മീരയോട്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ആവട്ടെ, എന്തായാലും അവനിപ്പോൾ പഠിപ്പൊന്നും നോക്കാതെ അവൻ എന്തെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും അവന് നല്ല ജോലി കിട്ടൂടെ, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടി എന്നൊക്കെ പറഞ്ഞ് മീര സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ശ്രുതിയെ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവിടെ പുറത്തു നിന്നും ഒരു സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, ഇവർ ബ്യൂട്ടി പാർലറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ പറയുകയാണ്, മേഡത്തിനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, ശ്രുതിയെ കാണാൻ വേണ്ടി. അപ്പോൾ ശ്രുതിക്ക് പേടി, ആരാണ് എന്നെ കാണാൻ വന്നിട്ടുള്ളത് എന്ന്. അപ്പം മീരയോട് പറയുന്നുണ്ട്, നീ ഒന്ന് ചെന്ന് നോക്കിയേടി എന്ന് പറയുക. അപ്പം മീര അവിടെ ചെന്ന് പുറത്ത് നോക്കുമ്പോൾ മറ്റാരുമല്ല, മറ്റേ PA ആണ് വന്നിട്ടുള്ളത്. ശ്രുതിയെ പലവട്ടം ഭീഷണിപ്പെടുത്തുന്ന ആളുണ്ടല്ലോ, ആളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് ആ PA ആണടി വന്നിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. അയ്യോ, അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. എന്തായാലും ആൾ ഇങ്ങോട്ട് അകത്തേക്ക് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് മീര വിളിക്കുന്നുണ്ട് അയാളെ. അപ്പോൾ അയാൾ വന്നിട്ട് ആ ചെയറിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചെയറിലിരുന്നിട്ട് എന്താ നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എത്ര നാളായില്ലേ നിന്നെ കണ്ടിട്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട്, എന്തേ നിങ്ങൾക്ക് ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടോ, വീണ്ടും കോമയിലായോ, ഇപ്പം അടുത്തല്ലേ നിങ്ങൾ പൈസ ഇവളെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പോയത് എന്ന് മീര ചുട്ട മറുപടി പറയുകയാണ്. എന്തായാലും അവൻ വന്നിട്ടുള്ളത് വീണ്ടും പൈസയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നും ഇല്ല, നിങ്ങൾ ഈ പറയണ പോലെ ഒന്നും എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ ബ്യൂട്ടി പാർലർ എനിക്ക് അങ്ങ് എഴുതി തന്നു എന്ന് പറയുകയാണ്. അത് എൻ്റെ പേരിലൊന്നല്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ പറയുകയാണ് ആള് PA വന്നിട്ട്. അപ്പോൾ ആ സമയത്ത് അവൻ ആവശ്യപ്പെടുന്നത് ഒരു 50,000 രൂപയാണ്. അപ്പോൾ 50,000 രൂപ എനിക്ക് കിട്ടിയിരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് അയാൾ തർപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് എടോ, എൻ്റെ കയ്യിൽ ഇപ്പോൾ 50,000 രൂപയൊന്നും ഇല്ല എടുക്കാനായിട്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും എനിക്ക് തന്നിരിക്കണം, ഇല്ലെങ്കിൽ എനിക്കറിയാവുന്ന സത്യങ്ങളൊക്കെ തന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പറയും, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പേടിയാവുകയാണ് ശ്രുതിക്ക്. ആ സമയത്താണ് ശ്രുതിയുടെ ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറായിട്ടുള്ള ആ ലേഡി അവിടേക്ക് വരുന്നത്. ആ മേഡം വരികയാണ്. അപ്പം മേഡം വേഗം തന്നെ അകത്തേക്ക് വരുമ്പോൾ ഇയാൾ ഇങ്ങനെ ചെയറിലിരിക്കുകയും ശ്രുതിയും അതുപോലെ മീരയും കൂടി അവിടെ നിന്ന് സംസാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് ഇയാൾ എന്ന് ചോദിക്കുകയാണ്. ഇതെന്താ ഇയാളൊക്കെ ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത്, ഇതെന്താ വല്ല പ്രേമിക്കാൻ പറ്റിയ വല്ല ഇടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ വളരെ മോശമായി തന്നെയാണ് ആ മേഡം സംസാരിക്കുന്നത്. അപ്പം ശ്രുതി പറയുന്നുണ്ട്, അയ്യോ ഇതെൻ്റെ അറിയുന്ന ഒരാളാണ് മേഡം, ക്ഷമിക്കണമെന്ന് പറയണം, ഇയാൾ ഇപ്പം തന്നെ ഇവിടുന്ന് പറഞ്ഞയക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പോ എന്ന് പറയുകയാണ് ശ്രുതി പറയുന്നുണ്ട് ആ PAയോട്. അപ്പം PA പറയുകയാണ്, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. 2 ദിവസത്തിനുള്ള എങ്ങനെയെങ്കിലും ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അപ്പോൾ അയാൾ പോയതിന് ശേഷം ആ മേഡത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല കേൾക്കുന്നുണ്ട് ശ്രുതിയോട് പറയുന്നുണ്ട്, അതെ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിൻ്റെ ഓണറൊന്നല്ല, അറിയാലോ കാര്യങ്ങളൊക്കെ, നിങ്ങൾ ഈ ഇതിലെ സ്റ്റാഫ് തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ ഈ ബ്യൂട്ടി പാർലറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല, ഇവിടെ ലേഡീസിൻ്റെ ബ്യൂട്ടി പാർലറാണ്, ഇതുകൊണ്ട് ആ ഒരു ആണിനെ ഇവിടെ അടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. നല്ല രീതിയിൽ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സോറിയൊക്കെ പറയുകയാണ് ശ്രുതി, ഇനി മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല മേഡം എന്നൊക്കെ പറഞ്ഞങ്ങനെ ശരി എന്നാൽ വേഗം അക്കൗണ്ട്സും ബുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് വേഗം എൻ്റെ അരികിലേക്ക് വായോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അകത്തേക്ക് പോവുകയാണ്. അപ്പം മീര പറയുന്നുണ്ട്, ഭയങ്കര ദേഷ്യത്തിലാണല്ലോ നിന്റെ മേഡം, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ പറയാണ്, അവർ പറഞ്ഞ സത്യം തന്നെയല്ലേ, ഞാൻ ഇവിടുത്തെ സ്റ്റാഫല്ലേ, ഞാൻ മുതലാളിയൊന്നും അല്ലല്ലോ, പിന്നെ അപ്പോൾ അവർക്ക് പറയേണ്ടതൊക്കെ പറയാം, അതൊന്നും സാരമില്ല, നീ പോയിട്ട് ആ അക്കൗണ്ട്സ് ഒക്കെ എടുത്തിട്ട് വന്നേ, എന്തായാലും അതൊക്കെ കാണിച്ചു കൊടുക്കട്ടെ എന്ന് ശ്രുതി മീരയോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്